സാറ്റർഡേ എനിക്ക് ഒരുപാട് തിരക്കാണ് കേട്ടോ. ഇന്നിപ്പം പച്ചക്കറി വരുന്ന ദിവസമാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ എന്തൊക്കെ മിച്ചമുണ്ട് ഇല്ലാത്തതുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം പോയി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി എടുത്ത് വെച്ചു. പിന്നെ കുറേ ഗ്രോസറി നിറയ്ക്കാനുണ്ടായിരുന്നു. പയറ്, ചെറുപയർ, പിന്നെ ഉഴുന്നുപരിപ്പ്, പരിപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്ന് നിറച്ച് വെച്ചു. ഇല്ലാത്തതുണ്ടെങ്കിൽ ഇന്നാണ് വാങ്ങിക്കുക പോയിട്ട്. അപ്പം ഞാൻ അത്യാവശ്യം ഈ ഒരാഴ്ചത്തേക്കും കൂടെ പോകാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഈ സീലിംഗ് മെഷീൻ വാങ്ങിച്ചാൽ പിന്നെ എന്ത് നമ്മൾ പാക്കറ്റിൽ നിന്ന് എടുത്താലും അതിൽ മിച്ചം ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് സീൽ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നല്ല കറക്റ്റായിട്ട് നല്ല പ്രോപ്പറായിട്ട് അതിലിരുന്നോളൂ, പിന്നെ കേടായി പോകത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയി. അതിൻ്റെ മുന്നേ രണ്ടാമത്തെ ആൾക്ക് ഇന്ന് ഒരു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് അവന് വേറൊരു സ്കൂളിലാണ്, അവിടെ കൊണ്ടുപോയി വിട്ടു. തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ഉണ്ണീശപ്പള്ളിയിൽ പോയി. ഇത് ഞങ്ങൾ മല്ലിയില വയ്ക്കാനും കറിവേപ്പില വയ്ക്കാനൊക്കെ ഓൺലൈനിൽ കൂടെ വാങ്ങിച്ചതാണേ. കൊള്ളാം കേട്ടോ ഈ സാധനം. ഇത്തിരി വെള്ളം ഒഴിച്ച് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, നമുക്ക് പുറത്ത് വെച്ചാൽ മതിയേ. ഇതിപ്പോൾ 2-3-4 ദിവസമായിട്ട് ഒരു കേടും ഇല്ലാണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ രാവിലെ തന്നെ എല്ലാം കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ചിക്കൻ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വറുത്തെടുത്തു. സാമ്പാറും പിന്നെ കുറച്ച് അങ്കമാലി മാങ്ങാക്കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അപ്പോൾ അതുണ്ടാക്കി. വഴുതനങ്ങ തോരൻ ഉണ്ടായിരുന്നു, തൈര്, കുക്കുംബർ, പിന്നെ എന്താ ഉണ്ടായിരുന്നത്, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വൈകുന്നേരം ചായക്ക് കടി വേണം, കാരണം ശനിയാഴ്ചയല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പക്കോട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സവോള അരിഞ്ഞ് നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുത്ത് പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ട്, വെളുത്തുള്ളി ഇടില്ല. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കടലമാവ് ഇട്ടു. ഒരുപാട് കടലമാവ് ഇടരുത് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ പാടുള്ളൂ, നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ അങ്ങനെ നമ്മുടെ പക്കോട ഉണ്ടാക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടേ ഇരുന്നേ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ ഉപ്പിടാനും കല്ലുപ്പിടാനും വേണ്ടിയിട്ട് 2 ഭരണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ആമസോണിൽ കൂടെയാണ് കേട്ടോ വാങ്ങിച്ചത്. രണ്ടും കൂടെ ഒരു 1000 രൂപയായി. ഇനിയാണ് ടാസ്ക് കിടക്കുന്നത്. മുഴുവൻ പച്ചക്കറി ഇനി കവറിലാക്കിയിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ അതാ ഓരോ പച്ചക്കറിയൊക്കെ ആയിട്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ച്, നമ്മുടെ ഫ്രിഡ്ജിന് ഒരു എണ്ണത്തിൽ ഫ്രൂട്ട്സ് വയ്ക്കാനും രണ്ടാമത്തേൽ വെജിറ്റബിൾ വയ്ക്കാനും 2 ട്രേ ഉണ്ട്. അപ്പം ഞാൻ 2ലും പച്ചക്കറി എടുത്ത് വയ്ക്കും. പെട്ടെന്ന് ചെയ്യുന്നത് മേലത്തെ ഒരു ട്രേയിൽ വയ്ക്കും, കുറച്ച് ദിവസം ഇരിക്കുന്നത് താഴത്തെ ട്രേയിലും വയ്ക്കും. അപ്പം മിസ്സായി പോകത്തുമില്ല, എല്ലാ പച്ചക്കറി ഉപയോഗിക്കാനും പറ്റും. ഞാൻ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. എന്തിനാ വെറുതെ വാങ്ങിച്ച് പൈസ കളയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ദിവസത്തേക്ക് തന്നെ മാറ്റി കവറിലാക്കി വയ്ക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.